റസ്മിന്റെ ഗെയിം ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു, നല്ല ഗെയിം ആയിരുന്നു. ആരാണ് റസ്മിന്റെ ആരാണ്? റസ്മിന്റെ കസിന. എങ്ങനെയുണ്ടായിരുന്നു റസ്മിന്റെ ബിഗ് ബോസിലെ ഗെയിമും കാര്യങ്ങളൊക്കെ? അടിപൊളിയായിരുന്നു ആള്. കണ്ടിട്ട് എന്ത് തോന്നി? എത്ര ദിവസം? 75 ദിവസം ഇല്ല, ഇത്രയും ദിവസം കോമണർ എന്നുള്ള രീതിയിൽ ഇത്രയും ദിവസം നിൽക്കുന്നു. ഇതുവരെ ആരും നിന്നിട്ടുമില്ല ഇത്രയും ദിവസമായിട്ട്. റസ്മിയ നിന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലോണം കളിച്ചുകൊണ്ടിട്ടായിരിക്കും ഇത്രയും ദിവസം നിന്നത്. പിന്നെ പവർ റൂമിലും കയറി. പവർ റൂമിൽ പിന്നെ എല്ലാവരും പറയുന്നുണ്ട് പവർ റൂമിൽ കയറി കൊണ്ടിട്ടാണ് ഇത്രയും ദിവസം നിന്നാന്ന്. പക്ഷെ ഇത്രയും ദിവസം നിൽക്കണം എന്നുണ്ടെങ്കിൽ പവർ റൂമിൽ വെറുതെ കയറ്റില്ലല്ലോ. ടാസ്ക് എല്ലാം ചെയ്തിട്ടേ കയറ്റത്തുള്ളൂ. അല്ലാണ്ട് വെറുതെ ആരും പവർ റൂമിൽ കയറ്റാനില്ല. അപ്പൊ പുള്ളി അത്ര എഫേർട്ട് ഇട്ടിട്ടാണ് പവർ റൂമിലേക്ക് കയറിയേക്കുന്നത്. അപ്പൊ നമ്മൾ അതിനും ശരിക്കും മാനിക്കണം. പിന്നെ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു, നല്ല രീതിയിൽ കളിച്ചാണ്. പിന്നെ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ പോയോണ്ടിട്ടാണ് ആളിപ്പോ എവിക്റ്റ് ആവുന്ന രീതിയിൽ നിൽക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, ഇത്രയും ദിവസം നിന്നില്ല, അതന്നെ ഇല്ല. ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് കുറെ നാൾ നിന്നായിരുന്നല്ലോ, അപ്പൊ അതിന്റെ എന്തെങ്കിലും രീതിയിൽ ഔട്ട് ആയതാണെന്ന് തോന്നുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ ആളൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ബേസിസിലാണ്. ഇനിയിപ്പോഴും പുള്ളിക്കാരത്തിന്റെ കൂടെ നിന്ന് എല്ലാവരും തന്നെ ഭയങ്കര ഹെയ്റ്റ് നോക്കുന്നുണ്ട്. ഇപ്പൊ ഗബ്രിയുടെ കേസായാലും നല്ലൊരു ഗെയിമർ ആയിരുന്നു, ജാസ്മിന്റെ കൂടെ കൂടിയിട്ടാണ് ഗബ്രി പുറത്തായെന്നുള്ളൊരു സംസാരം വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. ഓരോരുത്തരെ കളിക്കുന്നു, അവര് അങ്ങനെ ആക്കുന്നു. അല്ലാണ്ട് അവരോട് കൂടിയിട്ടാണ് പുറത്തായെന്നോ അങ്ങനെ ഒന്നുമില്ല. ബാക്കിയുള്ള ആൾക്കാർ ഫേക്ക് ആണെന്ന് തോന്നുന്നുണ്ടോ? ബാക്കിയുള്ളൊരു റസ്മിനെ പോകുന്നതിന് മുന്നേ റസ്മിൻ എന്തൊക്കെ ഞങ്ങളടുത്ത് പറഞ്ഞു ബിഗ് ബോസിനെ പറ്റി കാര്യങ്ങളൊക്കെ? ബിഗ് ബോസ് റസ്മി ബിഗ് ബോസ് അങ്ങനെ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് ഇങ്ങനെ വന്നിട്ട് പോയതാണ്, അങ്ങനെ അറിയില്ലായിരുന്നു ആൾക്ക്. പിന്നെ അവിടെ നമ്മളിങ്ങനെ ചെറുതായിട്ട് പറഞ്ഞു കൊടുത്ത ഒരു ഐഡിയ അല്ലാണ്ട് പുള്ളിക്ക് അത്ര അറിയില്ലായിരുന്നു. അങ്ങനെ അറിയാത്ത രീതിയിൽ കയറിപ്പോയതാണ്, അല്ലാണ്ട് അറിഞ്ഞു വെച്ചിട്ട് കയറിയതൊന്നും അല്ല. അതുകൊണ്ടായിട്ടാണ് നിന്നത്. കോമണർ എന്നുള്ള രീതിയിൽ കോമണേഴ്സിന് മനസ്സിലായിട്ടുണ്ടാവും അവരുടെ ഒരു കറക്റ്റ് ഒരു പ്രതിനിധിയായിട്ട് നിന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് റസ്മി പുറത്തായി കാണും, ഇനി അടുത്തൊരു സപ്പോർട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ ആർക്കായിരിക്കും? അഭിഷേക്. അല്ല, അമ്മയും അനിയനും പറഞ്ഞത് ജിൻഡോ ചേട്ടനാണെന്നാണ് പറഞ്ഞത്. അഭിഷേക്. അല്ല, എങ്കിൽ പോലും നിങ്ങളെല്ലാരും തന്നെ മകളുടെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എന്തുകൊണ്ടായിരിക്കും ജിൻഡോനെ സപ്പോർട്ട് ചെയ്യാൻ കാരണം? അല്ല, ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഗെയിമർ തന്നെയാണ് ജിൻഡോ. ഇത്താത്ത കഴിഞ്ഞാല് ജിൻഡോ, മൂന്നാമത് പറയാനേ ഇല്ല, ജിൻഡോ ഉള്ളൂ. ജിൻഡോ പോയി കഴിഞ്ഞാൽ ജാസ്മിൻ, അത് കഴിഞ്ഞിട്ട് അഭിഷേക് വരുള്ളൂ. അഭിഷേക് ഫാനായിരുന്നു. പുള്ളി നല്ല ജെന്യൂൻ ആയിട്ട് അവിടെ നിൽക്കുന്നത്. ഉള്ള കണ്ടസ്റ്റന്റിൽ കൂടുതൽ ജെന്യൂൻ ആയിട്ട് നിൽക്കുന്ന ആള് അഭിഷേക് മാത്രം. അതുകൊണ്ടിട്ട് എനിക്ക് അഭിഷേകിനാണ് ഇഷ്ടം. ടോപ്പ് 5 വരാനും ജയിക്കാനും ഒക്കെ അർഹതയുള്ള ആള് അഭിഷേകാണ്. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഏറ്റവും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കോമണർ ഇത്ര ദിവസം നിൽക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യം. കാരണം വെച്ചാൽ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പ്രൊഫൈലായിട്ട് വന്ന ആൾക്കാരാ. ഒരു രീതിയിലും റസ്മിന് ഒരു പ്രൊഫൈൽ ഇല്ലാതെ ബിഗ് ബോസ് കയറിയ ഒരാളാണ്. പിന്നല്ലാതെ അതെ, അപ്പൊ ഇത്രയും ദിവസം നിന്ന് തന്നെ വളരെ ഒരു ഭാഗ്യമാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും ഫാമിലി എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ ഉണ്ടാവും. താങ്ക് യു.